ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതികവിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലണ്ടറി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. That today around 1:30 p.m. there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്ര ദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21ഓളം സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി.
അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.